കോഴിക്കോട് ഇരിങ്ങണ്ണൂരിൽ അങ്കണവാടി ഹെൽപ്പറെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഹെൽമറ്റ് ധരിച്ചതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പ്രതി സഞ്ചരിച്ച സ്കൂട്ടറിന്റെ നമ്പർ വ്യാജമെന്ന് പോലീസ്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. സമീർ, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിൽ ഇപ്പോൾ വ്യാജ നമ്പർ പ്ലേറ്റ് ആകുന്നു, ഒപ്പം തന്നെ ഹെൽമറ്റും ധരിച്ചിരിക്കുന്നു. അപ്പോൾ പ്രതിയെ പിടികൂടുക അത്ര എളുപ്പമല്ല. സ്മിത സൂചിപ്പിച്ചതുപോലെയാണ് പ്രതിയുടെ ഈ വാഹനത്തിന്റെ നമ്പർ വ്യാജമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിയെ നേരിട്ട് കണ്ടാൽ തിരിച്ചറിയാവുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങളുമില്ല. പ്രതി ഹെൽമറ്റ് ധരിച്ചിട്ടുമുണ്ട്. എന്നിരുന്നാലും അന്വേഷണം നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ ഈ അങ്കണവാടിയിലേക്ക് വരികയായിരുന്നു ഹെൽപ്പറായിട്ടുള്ള ഉഷ. ആ വേളയിലാണ് അവർക്കെതിരെ അക്രമമുണ്ടായത്. ഇരിങ്ങണ്ണൂരിൽ ബസ് ഇറങ്ങിക്കൊണ്ട് അവർ നടന്നു പോവുകയായിരുന്നു. ആ വേളയിലാണ് ഈ സ്കൂട്ടറിലെത്തിയ അക്രമി ഈ യുവതിയുടെ കഴുത്തിൽ ശക്തിയായി അടിക്കുകയും തുടർന്ന് 3.5 പവൻ സ്വർണ്ണമാല മോഷ്ടിക്കുകയും ചെയ്തത്. ആ പിടിവലിക്കിടെ ഒരു കഷ്ണം സ്വർണ്ണമാലയുടെ ഒരു കഷ്ണം അവർക്ക് തന്നെ ലഭിച്ചു. പക്ഷേ ബാക്കിയുള്ളവയുമായി ഈ പ്രതി കടന്നു കളയുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ടാണ് പോലീസിൽ പരാതി നൽകുകയും ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം തുടരുകയുമാണ്. ആ വേളയിലാണ് ഇപ്പോൾ പ്രതിയുടെ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതി രക്ഷപ്പെടുന്ന വേളയിൽ ചുവന്ന ബനിയാണ് ധരിച്ചിരുന്നത്. പിന്നീട് തലശ്ശേരി ഭാഗത്തേക്ക് പ്രതി കടന്നു കളയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. സ്മിത, സമീർ, ഇതിൽ ഒരുപക്ഷെ ഈ പരിസര പ്രദേശത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ അതൊപ്പം തന്നെ ഈ അങ്കണവാടി ഹെൽപ്പറെ ആക്രമിക്കുകയായിരുന്നു, അങ്ങനെ സ്വർണ്ണമാല കവരുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടവർക്ക് അത് തിരിച്ചറിയാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കും. പരിചിതമായ ആളാണെങ്കിൽ ഒരുപക്ഷെ ഹെൽമെറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും ആളെ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയുള്ള ചില സാധ്യതകൾ ഉണ്ട് ഇതിലല്ലേ? അത്തരമൊരു സാധ്യത പോലീസ് അത്തരമൊരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശവാസികളുടെയൊക്കെ മൊഴിയെടുക്കാനും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഈ ചിത്രം കണ്ടിട്ട് തിരിച്ചറിയുകയാണ് എങ്കിൽ, ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് തിരിച്ചറിയുകയാണ് എങ്കിൽ പോലീസിനെ അറിയിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റ് ആയി വരുന്നത് ഈ നമ്പർ വ്യാജമാണ് എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആണ് കൂടുതൽ അന്വേഷണം ഈ വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ളത്. അതായത് നമ്പർ യഥാർത്ഥമായിരുന്നുവെങ്കിൽ ഈ വാഹന ഉടമയെ കണ്ടെത്താനും തുടർന്ന് അത് മോഷണം പോയതാണോ അതല്ല വ്യാജ നമ്പറാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ ഇപ്പോൾ വ്യാജ നമ്പറിലാണ് ഈ പ്രതി എത്തിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അന്വേഷണം ബുദ്ധിമുട്ടാവുന്ന സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കല്ലാച്ചി സ്വദേശിയായിട്ടുള്ള ഉഷ എല്ലാ ദിവസവും ഈ സമയത്ത് ഈ രാവിലെ 9 മണിയോടുകൂടെ അങ്കണവാടിയിലേക്ക് അവർ പോകാറുണ്ട്. അത് കൃത്യമായിട്ട് അറിയാവുന്ന മുടവന്തേരി 50-ാം നമ്പർ അങ്കണവാടിയിലെ ഹെൽപ്പറാണ് ഉഷ. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായ ആ സമയത്ത് വരും എന്നറിയാവുന്ന ആരോ വളരെ തന്ത്രപൂർവ്വം അവിടെ എത്തുകയും അത് അടിച്ചെടുക്കുകയും ഈ സ്വർണ്ണമാല മോഷ്ടിക്കുകയും ചെയ്താവാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഈ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ആർക്കെങ്കിലും തിരിച്ചറിയാൻ കഴിയുമെന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രതിയുടെ ദൃശ്യങ്ങൾ ലഭ്യമായി എന്നുള്ളതാണ് പോലീസിന് ആശ്വാസമായ കാര്യം. ഇന്നലെ ഈ യുവതി മൊഴി നൽകിയിരുന്നു. ചുവന്ന ബനിയനിട്ട ഒരു വ്യക്തിയാണ് മോഷ്ടിച്ചത്, ആക്രമിച്ചത്, ഒപ്പം തന്നെ ഒരു സ്കൂട്ടറിലാണ് പ്രതി എത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉഷ പോലീസിന് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ അത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ പ്രതി ആരാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരം ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഉഷയുടെ സ്വർണം കവർന്ന പ്രതികളുടെ ദൃശ്യമാണ്, CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.